സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. തിയേറ്ററുകളിലെത്തി 5 വർഷം പിന്നിട്ടിട്ടും മോഹൻലാൽ ചിത്രം ദൃശ്യം ഇന്നും പ്രേക്ഷകർ മറന്നിട്ടില്ല. വേറിട്ട കഥയുമായി എത്തിയ ജിത്തു ജോസഫ് ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നായികയാണ് അൻസിബ ഹസൻ. നടിയായും അവതാരികയുമായും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ട അൻസിബയ്ക്ക് സിനിമ കഴിഞ്ഞാൽ പിന്നെ കമ്പം വാഹനങ്ങളോടാണ്. ഓവർ സ്പീഡ് കാരണം തന്റെ ഇഷ്ടവാഹനം വരെ വിൽക്കേണ്ടി വന്ന കഥ പറയുകയാണ് താരം. ജിത്തു ജോസഫിന്റെ മോഹൻലാൽ ചിത്രം ദൃശ്യത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് അൻസിബ. നടിയായും പാട്ടുകാരിയായും അവതാരികയുമായും ഒക്കെ പ്രേക്ഷകർക്ക് ശ്രദ്ധേയയാണ് താരം. ദൃശ്യത്തിന് ശേഷമുള്ള ഇടവേളയ്ക്ക് ശേഷം പഠനം പൂർത്തീകരിച്ച് ഇനി സിനിമയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് ഉപരിപഠനത്തിന് ഒരുങ്ങുകയാണ് അൻസിബ. സിനിമ കഴിഞ്ഞാൽ അൻസിബ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഡ്രൈവിംഗ് ആണ്. വാഹനങ്ങളോടും ഡ്രൈവിങ്ങിനോടും പ്രേമമാണ് കൊച്ചിയിൽ താമസമാക്കിയ ഈ കോഴിക്കോട്ടുകാരിക്ക്. തന്റെ ഓവർ സ്പീഡ് കാരണം ഇഷ്ടപ്പെട്ട വാഹനം വരെ വിൽക്കേണ്ടി വന്നുവെന്ന് താരം പറയുന്നു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അൻസിബ തനിക്ക് വാഹനങ്ങളോടുള്ള പ്രേമം വ്യക്തമാക്കിയത്. വീട്ടിലേക്ക് ആദ്യം എത്തിയ കാർ ഒരു മാരുതി A-Star ആയിരുന്നു. തങ്ങൾ 6 മക്കളാണ്. പിന്നീട് കുറെ കാലം തങ്ങളുടെ വലിയ കുടുംബത്തിന്റെ സന്തത സഹചാരിയായിരുന്നു ആ ചെറിയ കാറെന്ന് അൻസിബ പറയുന്നു. അതിന്റെ പിൻസീറ്റിലിരുന്ന് മാത്രം കാഴ്ചകൾ കണ്ട കാലം. എന്നെങ്കിലും സ്വന്തമായി ഒരു കാർ വാങ്ങുമെന്ന് അന്ന് സ്വപ്നം പോലും കണ്ടിട്ടില്ലെന്ന് താരം പറയുന്നു. അൻസിബയ്ക്ക് 4 ആങ്ങളമാരാണ്. 4 പേരും വാഹനപ്രേമികൾ. അവരിലൂടെയാണ് തനിക്കും വാഹനങ്ങളോട് ഇഷ്ടം തുടങ്ങുന്നതെന്നും ലൈസൻസ് എടുത്ത ശേഷം താനും പതിയെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റ് ചോദിച്ചു വാങ്ങിയെന്നും അൻസിബ പറയുന്നു. സിനിമയിലെത്തിയ ശേഷം അൻസിബ ആദ്യം സ്വന്തമാക്കിയത് ഒരു ഫോക്സ്വാഗൺ പോളോ GT ആയിരുന്നു. 7 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. മികച്ച പവറും സേഫ്റ്റിയും കംഫർട്ടുമുള്ള വാഹനം. കോയമ്പത്തൂരിലായിരുന്നു അൻസിബയുടെ കോളേജ് വിദ്യാഭ്യാസം. കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. കൊച്ചിയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് സ്ഥിരം കാറിലായിരുന്നു യാത്ര. ഒറ്റയ്ക്ക് വിടാൻ പേടിയായതുകൊണ്ട് അച്ഛനോ ആങ്ങളമാരോ ഒപ്പം ഉണ്ടാകും. അകത്തിരിക്കുമ്പോൾ നമ്മൾ ഇത്ര വേഗത്തിലാണ് പോകുന്നതെന്ന് തോന്നുകയില്ല. മുത്തശ്ശി തന്റെ സ്പീഡിന്റെ ആരാധികയാണെന്നും അൻസിബ പറയുന്നു. അതുകൊണ്ട് മുത്തശ്ശിയുടെ കൂടെ ലോങ് ഡ്രൈവ് പോകാൻ സുഖമാണ്. ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ഉണ്ടാകില്ല. തന്റെ ഓവർ സ്പീഡിനെ കുറിച്ച് സ്ഥിരം പരാതിയായപ്പോൾ വീട്ടുകാർ മുൻകൈയെടുത്ത് ആ വണ്ടി വിറ്റുവെന്നും അൻസിബ പറയുന്നു. എന്നിട്ട് ഒരു നിസാൻ മൈക്ര വാങ്ങി നൽകി. ആദ്യമൊക്കെ വിഷമമായെങ്കിലും പതിയെ താൻ മൈക്രയുമായി കൂട്ടുകൂടിയെന്നും അൻസിബ പറയുന്നു. തമിഴ്നാട്ടിലെ നാഗൂർ പള്ളിയിൽ പോയതാണ് താൻ ഓർത്തിരിക്കുന്ന ലോങ് ഡ്രൈവ് എന്നും അൻസിബ പറയുന്നു. തമിഴ്നാട്ടിലെ നാഗൂർ പള്ളിയിൽ മുത്തശ്ശിക്ക് ഒരു നേർച്ചയുണ്ടായിരുന്നു. മൈക്രയിലാണ് യാത്ര. താനും മുത്തശ്ശിയും 2 ആങ്ങളമാരും കൂടെയുണ്ട്. കൊച്ചി മുതൽ നാഗൂർ വരെ ഡ്രൈവിംഗ് സീറ്റ് വിട്ടുകൊടുത്തില്ലെന്നും നാഗൂർ എത്തിയപ്പോൾ അന്ന് ആദ്യമായി എന്തോ നേട്ടം സ്വന്തമാക്കിയ പോലെയായിരുന്നുവെന്നും അൻസിബ പറയുന്നു. സിനിമ കഴിഞ്ഞാൽ തന്റെ ഇഷ്ടം ഡ്രൈവിംഗ് ആണെന്നും താരം കൂട്ടിച്ചേർത്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മലയാളി ലൈഫ്.